ശരിക്കും ഇപ്പോൾ പ്രൊഡ്യൂസറിന്റെ വേദന അറിയുന്ന ഒരാളാണ്, ആക്ടർ കൂടിയാണ്. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് വരെ ആഗ്രഹിക്കുന്ന അതിനെക്കുറിച്ച്, ബിക്കോസ് അത് വളരെ ഈസിയാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനൊന്നും അല്ല. നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആക്ടേഴ്സിനെ കൊണ്ടുവരാം. ബിക്കോസ് എല്ലാവരും ബിസിയാണ്. അപ്പോൾ അവർക്ക് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു സിനിമ സെലക്ട് ചെയ്യുന്നത് ആ സ്ക്രിപ്റ്റ് നല്ലതായതുകൊണ്ട് മാത്രമല്ല, അവർക്ക് അത് ചെയ്യാൻ എൻ്റെ കംഫർട്ട് സോൺ വേണം. അവർ അതുപോലൊരു ജോണർ വേറെ ചെയ്യുന്ന അത് നമുക്ക് ചിലപ്പോൾ അറിയില്ലല്ലോ. അവർ ചിലപ്പം അവർക്കൊരു ഇതുണ്ടാവും, പ്ലാൻ ഉണ്ടാവും, ഞാൻ ഇനി ഇങ്ങനത്തെ ജോണറായിരിക്കും ചെയ്യേണ്ടത്. അത് അവരുടെ പ്ലാനാണ് അല്ലേ. അപ്പം നമ്മുടെ ഒരു സിനിമ നന്നായി, നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായി, അതെന്താ അയാൾ ചെയ്യാത്ത? ഹീ ഈസ് ഓൾസോ ഹ്യൂമൻ അല്ലേ. ഹീ ഹാസ് ആൻ അതർ പ്ലാൻ. അതെന്താ ഇയാൾ എൻ്റെ സിനിമ ചെയ്യാത്തതെന്ന് ചോദിക്കാൻ പറ്റത്തില്ല, വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ സിനിമ പടക്കളം തന്നെ ഞാൻ വേറെ ആക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുള്ളതാണ്. അവർക്ക് അവരുടേതായ റീസണിങ് ഉണ്ടാവാം, മനസ്സിലായി. ആ റീസണിങ് എനിക്കറിയാം. പക്ഷേ അത് ജെന്യുവിൻ ആണ് അല്ല എന്ന് വിശ്വസിച്ച് അവരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അല്ല. നമ്മളപ്പോൾ അതിന് വാശി പിടിക്കണ്ട. അപ്പം ആക്ടേഴ്സിനെ കിട്ടുക, ഇതെല്ലാം, അതായത് ഒരു ആക്ടറിൻ്റെ ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ആ സിനിമയിൽ തന്നെ അഭിനയിക്കേണ്ട നമ്മൾ വിചാരിക്കുന്ന മറ്റേ ആക്ടറിന് ആ ഡേറ്റ് കോമ്പിനേഷൻ കിട്ടണമെന്നില്ല, ഇല്ലേ? അപ്പോൾ അതിനെ ഒന്ന് ആക്കിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആക്ടേഴ്സ് ഡേറ്റ് കിട്ടി, ആക്ടർ ഡേറ്റ്സ് കിട്ടി, പിന്നെ ഇതിൻ്റെ പ്രോപ്പറായിട്ടൊരു ആ യൂണിറ്റ്, ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്ററാണ് അല്ലേ. പുള്ളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ പലയിടത്ത് നിൽക്കുന്ന പല ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇത് ചെയ്യാം. പണ്ടെല്ലാരും വിചാരിച്ച പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ വെറുതെ പൈസ മുടക്കുന്ന അല്ല. യു ആർ ദ വൺ പോയിന്റ് കോൺടാക്ട്. അതെ, യു ആർ ദ വൺ പോയിന്റ് കോൺടാക്ട്. സോ ഡയറക്ടർ വിൽ ഹാവ് ഡയറക്ടേഴ്സ് ടീം, then music director will have his team, camera department will have his team, the production department will have his team, and ഇതിനെ എല്ലാവരുടെയും വൺ പോയിന്റ് കോൺടാക്ട് എന്ന് പറയുന്ന എല്ലാവരുടെ കയ്യിലുള്ള ഒരു നമ്പർ ഇതാണ്. അപ്പോൾ ഒരു വണ്ടി വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്താലും ആക്ടേഴ്സ് വിളിച്ചിട്ട് ചോദിക്കുന്നത്, ചേട്ടാ ഇനി എന്താ ചെയ്യാം? അപ്പം ഞാൻ പറയും, മഴ പെയ്താൽ ആന എന്താ ചെയ്യുക? നനയും, നമുക്ക് നനയാൻ കുറച്ച്. ഡയറക്ടർ വിളിച്ച് ചോദിക്കും, എന്താ ചേട്ടാ ഇനി ചെയ്യേണ്ടത്? എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഇപ്പോഴും ഇതും വിളിച്ചിട്ട്, ചേട്ടാ എന്തായി? ഞാൻ പറഞ്ഞാൽ അങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോകാം, തമിഴ്നാട്ടിൽ മഴയില്ല. വി ഷുഡ് നോട്ട് ഫോൾ. ഓക്കെ, നമ്മളെപ്പോഴും നമ്മൾ ആ ബോൾഡ് ഇമേജ് മനസ്സിൽ ചിലപ്പോൾ തകർന്നിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ തകർന്നാൽ നമ്മുടെ ടീം അപ്പോഴും തമാശ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആടിച്ചൂലൊക്കെ നല്ല മഴ പെയ്ത് ഡേറ്റ് കുളവായി, എല്ലാം കുളവായി. അപ്പോൾ പെട്ടെന്നൊന്ന് മഴ നിൽക്കുമ്പോൾ മിതും പറയും, കമ്പനി ആർട്ടിസ്റ്റിനെ വിളിക്കുക, ആ സീൻ ഷൂട്ട് ചെയ്യാം. അതായത് ബിക്കോസ് ഞാനവിടെ എപ്പോഴും സെറ്റിലുണ്ടല്ലോ, മറ്റുള്ളവരാരില്ല. അപ്പോൾ കമ്പനി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ റോഡിലൊക്കെ പോയി പല സീനും, ഞാൻ ഏറ്റവും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതും പറയുന്നത്, മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് റോഡിലുണ്ടെങ്കിൽ പോയിട്ട് ആ ഇരുമ്പ് അബ്ദുള്ള വിളിക്കുന്ന സീൻ എടുക്കാൻ. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ഒന്നും ചിന്തിക്കട്ടെ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ബാധട്ടാ, ബാക്കി നമുക്ക് ആരൊക്കെ. അപ്പോഴാണ് ആ മറ്റേ കോള് അവിടെ, ബിക്കോസ് അതിൽ വേറെ ആരുടെ ആവശ്യമില്ല, എൻ്റെ നോബിയുടെ മാത്രമേ. അപ്പം പുള്ളി ഒരു ട്രൂ കോളർ നോക്കിയിട്ട് ഇരുമ്പ് അബ്ദുള്ള കോളിങ്. അപ്പം പറയും, അപ്പോൾ അവിടെ നിന്ന് മാമക്കോച്ചിട്ട് പറയും, ആ ഡയലോഗ് പറയും, ഇതൊരു അനോണിമസ് കോളാണ്, അപ്പം നമ്മൾ വേണ്ട, ഇയാളെ പേര് പറയണ്ട, കാര്യം പറഞ്ഞാൽ മതി എന്ന്. ആ സീനൊക്കെ അങ്ങനെ അത്രയും ടെൻഷനുള്ളപ്പം ഷൂട്ട് ചെയ്തിട്ടുള്ള സീനുകളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ആർട്ടിസ്റ്റുകളെയും ഈ കോർഡിനേഷനും എല്ലാം എടുത്ത് നമ്മൾ സെറ്റിലേക്ക് വരുന്നു അല്ലേ. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാം അല്ലേ. മഴ പെയ്യാം, ഒരാൾക്ക് അസുഖം വരാം, ഡയറക്ടർക്ക് പനി വരാം അല്ലേ, ഒരു ആക്ടർക്ക് ഇത് വരാം, പല പല പ്രശ്നങ്ങൾ അവിടെ വരാം, ലൊക്കേഷൻ പ്രശ്നങ്ങൾ വരാം, ചിലപ്പം നാട്ടുകാരുടെ പ്രശ്നങ്ങൾ വരാം. അവിടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളിത് സോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം ഉണ്ടാവില്ല, പെർമിഷൻ ഇഷ്യൂസ് വരാം. ആ സെറ്റിൽ എന്തെങ്കിലും നമ്മൾ യൂണിറ്റ് 120 പേര് പോകുന്നതാണ്, അവിടെ എന്തെങ്കിലും നശിപ്പിച്ച അത് പ്രശ്നമാണ്. അങ്ങനെയുള്ള ഓരോ ദിവസവും ഈ പ്രശ്നങ്ങൾ, ലോഡിങ് അൺലോഡിങ് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഇപ്പോഴും ഉണ്ട്, കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട്. ഇത് സോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മഴയോ വല്ല ആക്സിഡൻസോ, പ്രോബ്ലം സോൾവിങ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സിനിമ ഉണ്ടാക്കുന്നു അല്ലേ. ഈ സിനിമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനൊരു റിലീസ് ഡേറ്റ് വേണം. ഈ റിലീസ് അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് 200ഓളം സിനിമകൾ ഇറങ്ങുന്ന ഒരു കൊച്ചു സ്റ്റേറ്റ്. അത് ഇത്രയും സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ ആളുകൾക്കൊരു അത്ഭുതമാണ്. പക്ഷേ ആകെ ഇത്രയും ആൾക്കാരേ ഉള്ളൂ ഇവിടെ, ഇത്രയും തിയേറ്ററേ ഉള്ളൂ. തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഇറങ്ങുന്ന അതേ നമ്പർ ഓഫ് സിനിമകളാണ് ഇവിടെ ഇറങ്ങുന്നത്. 4 സിനിമകൾ 5 സിനിമകൾ. അപ്പം
ഇതിനെല്ലാം ഫൈറ്റ് ചെയ്ത് തിയേറ്റർ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങുണ്ട്. അതിൻ്റെ ഇടയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. മാർക്കറ്റിംഗ് ഇത്രയേറെ ക്ലട്ടർ ഉള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും ക്ലട്ടറുള്ള ഒരു റീജിയൻ വേറെ കൺട്രിയിൽ എവിടെ ഇല്ല. അത് ഇത്രയും ആൾക്കാരത് ഫോളോ ചെയ്യുന്നു. ആ ഫോളോ ചെയ്യുമ്പോൾ അവർ ഒരുപാട് കണ്ടൻറ്റ്, എല്ലാ കണ്ടൻറ്റും കാണുന്നു. അപ്പം നമുക്ക് ഒരു സിനിമ അതിലൂടെ മാർക്കറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. അതായത് 40ഓളം കണ്ടൻറ്റ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴാണ് ഒരു സാധാരണ സിനിമ വരുന്നു എന്ന് ജനങ്ങൾ അറിയുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ചെയ്യേണ്ട. അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അതിനെ ഫോളോ ചെയ്ത് അവർ തന്നെ അത് മാർക്കറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ് വെൻ യു ഹാവ് എ സ്റ്റാർ. വെൻ യു ഡോണ്ട് ഹാവ് എ ബിഗ് സ്റ്റാർ ഇൻ യുവർ ഫിലിം, ദെൻ ഇറ്റ് ഈസ് എ വെരി ടീഡിയസ് പ്രോസസ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ സിനിമേൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്രോഗ് ഇൻ ദ വെൽ എന്ന് പറയുന്ന ഒരു മൂഡിലേക്ക് എത്തും. ലൈക്ക് വി ബിലീവ് ദറ്റ് എവ്രിബഡി നോസ് അബൌട്ട് അവർ ഫിലിം. ബിക്കോസ് നമ്മൾ വി ഈറ്റ്, ഡ്രിങ്ക്, സ്ലീപ്പ്, എവ്രിതിങ് അബൌട്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, കഴിക്കുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കും എല്ലാവർക്കും നമ്മുടെ സിനിമയെക്കുറിച്ച് അറിയാം. ഇനിയിപ്പം അങ്ങോട്ട് ഇറക്കിയാൽ മതി, അവിടെ ജനങ്ങൾ ഇടിച്ചങ്ങോട്ട് കയറും. ഒരു കാര്യമില്ലാണ്ട് നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് അമ്പലത്തിലോ വല്ലതും ഒന്ന് പോകുമ്പോൾ അവിടെ പരിചയക്കാരെ കാണുമ്പോൾ ഇപ്പോൾ പടമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഷോക്കാവും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, നാളെ പടം ഇറങ്ങുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷം. എല്ലാവരും ഒന്ന് അറിഞ്ഞു, ഇപ്പോൾ പടമൊന്നും ഇല്ലേ, എന്താ പുതിയ പരിപാടികൾ. അപ്പോൾ ഞാൻ പറയാം ഇങ്ങനെ പടക്കളം എന്ന് പറഞ്ഞൊരു സിനിമ, അതിലാരാ അതിലും വലിയ കോമഡി ഉണ്ട്. സിനിമ നാളെ ഇറങ്ങുകയാണ്, നമ്മളിങ്ങനെ ക്യൂബിൽ കയറി അങ്ങനെ ഭയങ്കര തിരക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും വിളിക്കും. എന്നിട്ട് പറയാം സർ ഒരു സ്ക്രിപ്റ്റ് പറയാനുണ്ട് എന്ന് പറയാം. ഞാൻ പറഞ്ഞു മോനെ നീ ഇൻഡസ്ട്രിയിലുള്ള ആളാണോ? അതെ. നിനക്ക് എന്താ നാളെ എന്നുള്ളതറിയാം. എന്താ ചേട്ടാ നാളെ? അല്ല നാളെ നമ്മുടെ പടം ഇറങ്ങുന്നുണ്ടെന്നുള്ളത്. ഏത് പടം? അതും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് പടക്കളത്തിന് വലിയ രീതിയിലൊരു അല്ല, ഞാൻ പടക്കളം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ വിജയ് ബാബുയുടെ എല്ലാ ഫിലിംസിനും ഒരു വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അത് വേർഡ് ഓഫ് മൗത്ത് സിനിമ ഇറങ്ങിയതിന് ശേഷം അത് ആ വേർഡ് ഓഫ് മൗത്തിൽ വരുന്ന നല്ലതാണോ ചീത്തയാണോ എന്ന് അടുത്ത ദിവസമല്ലേ അറിയുള്ളൂ. വേർഡ് ഓഫ് മൗത്ത് നല്ലതാ. വേർഡ് ചിലപ്പോൾ അതൊരു സ്ട്രാറ്റജി അല്ലേ വേർഡ് ഓഫ് മൗത്ത്. വേർഡ് ഓഫ് മൗത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അല്ല, നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ ആദ്യം കുറച്ച് പേരൊരു സിനിമ ഉണ്ട്, അവരെല്ലാവരുടെ അടുത്തും പറയും ആ സിനിമ കൊള്ളാമെന്ന്. പക്ഷെ അതിനേക്കാളും മുന്നേ തന്നെ വിജയ് ബാബു ആ ഒരു വേർഡ് ഓഫ് മൗത്ത് സ്ട്രാറ്റജി കൊണ്ടുവരാം. അത് നമുക്ക് സാധിക്കില്ല. അത് നമ്മൾ ഇപ്പം നമ്മൾക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പടക്കളത്തിൻ്റെ ട്രെയിലറായിരുന്നു എൻ്റെ മാസ്റ്റർ കണ്ടൻറ്റ്. അപ്പം ഞാൻ അതിലേക്ക് ബിൽഡ് ചെയ്തു. ഇപ്പം മാർക്കറ്റിംഗ് എൻ്റെ ഒരു ഫോട്ടോയാണ്. ഐ ലവ് ഡൂയിങ് ഇറ്റ്. അപ്പം അത് ഭയങ്കര ടഫ് പ്രോസസ്സാണ്. ഇപ്പം ഞാൻ അതാ നേരത്തെ ക്ലട്ടറിൽ വെച്ച് പറഞ്ഞത്. അപ്പം ഞാൻ അത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ചിന്തിക്കും. നമ്മൾ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു എലമെൻറ്റ്, ഒരു ഹുക്ക് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ അത് അത്ര ഈസി അല്ല. നമുക്ക് സുരാജ് അവൈലബിൾ ആയിരുന്നില്ല, ബിക്കോസ് ഹി വാസ് തമിഴ് സിനിമ ചെയ്യായിരുന്നു. അപ്പം ഷറഫു ആ സമയത്ത്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൈലബിൾ ആണ്. അപ്പം പിള്ളേർ മാത്രമേ ഉള്ളൂ. ആൻഡ് ദേ വർ റിലേറ്റീവ്ലി ന്യൂ കമേഴ്സ്. അപ്പോൾ അവരെ വെച്ചിട്ട് ലൈറ്റായിട്ടുള്ള ചില ഹ്യൂമർ വിട്ട് ബിൽഡ് ചെയ്തു. ട്രെയിലർ വരുമ്പോൾ ഇത് ജനങ്ങൾ നോട്ടീസ് ചെയ്യും എന്നറിയാം. പക്ഷേ എൻ്റെ ഒറ്റ മാസ്റ്റർ കണ്ടൻറ്റേ ഉള്ളൂ. ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പാട്ട് മാത്രമേ എനിക്ക് വെളിവിടാൻ പറ്റുള്ളൂ. എല്ലാം ഇഫ് യു വാച്ച് ദ ഫിലിം എല്ലാം BGM പോലെ പോകുന്ന പരിപാടികളാണ്. അതിന് ഓരോ പാട്ടിലും അത് സ്റ്റോറി റിവീൽ ആവുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ചുള്ള ഒരു പാട്ടേ ഉള്ളൂ. അതും ഒരു സ്റ്റോറി റിവീൽ ആവുന്ന സാധനമാണ് ആ സന്ദീപിൻ്റെ ഒരു കൺട്രോൾ ചെയ്യുന്നൊരു സോങ്. അപ്പോൾ അതും ആദ്യമായിട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒറ്റ കണ്ടൻറ്റേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടൻറ്റ് വരുമ്പോൾ അപ്പോൾ അത് എത്ര ദിവസം മുമ്പ് ഇറക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് വരാനും പാടില്ല. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ മറന്നു പോകും. അപ്പം ആ ട്രെയിലർ ഇറങ്ങുമ്പോൾ ഇത് 10 പേര് അറിയും എന്നുള്ളത് അറിയാൻ വന്നപ്പോൾ ട്രെയിലറിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ട്രെയിലർ ഇറക്കി. ആസ് പെർ പ്ലാൻ ട്രെയിലറിന് നല്ല റിയാക്ഷൻസ് കിട്ടി.